നമസ്കാരം. വിദ്യാ അക്കാദമി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന വിയുടെ പരീക്ഷയുടെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യനുകളുടെ വിശകലനവും അവയുടെ ഉത്തരങ്ങളുമാണ് ഞങ്ങളിന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. +15 -25 +12 ഓൾ ഡിവൈഡഡ് ബൈ -4ൻ്റെ വില ഡാഷ് ആണ്. താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരമായി ലഭിക്കുന്നത് -13 എന്നതാണ്. -7/4 -5/4ൻ്റെ അനുയോജ്യമായ ദശാംശ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. 7/4 -5/4 എന്നത് 1/2 ആണ്. അത് 0.5 തുല്യമാണ്. ഒരു സംഖ്യയുടെ 8% 250 ആണെങ്കിൽ സംഖ്യ ഡാഷ് ആണ്. 250നെ 100/8 കൊണ്ട് ഗുണിക്കുമ്പോൾ ലഭിക്കുന്നതാണ് നമ്മുടെ ഉത്തരം. 3125 ഉത്തരമായി ലഭിക്കുന്നത്. രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 2.5% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില ഡാഷ് ആണ്. 3250നെ 97.5 ഡിവൈഡഡ് ബൈ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കും. 3168.75 ഉത്തരമായി വരുന്നത്. ഒരു ബാങ്ക് വായ്പയ്ക്ക് 12% നിരക്കിൽ വാർഷിക പലിശയാണ് ഈടാക്കുന്നത്. ഇതേ നിരക്കിൽ 36,500 രൂപയ്ക്ക് പാദവാർഷികമായി 3 മാസത്തേക്കുള്ള പലിശ ഡാഷ് ആയിരിക്കും. പാദവാർഷികമായി കണക്കാക്കുമ്പോൾ 3 മാസമാണ് ഒരു പാദവർഷമായി വരുന്നത്. നമുക്ക് ഉത്തരമായി ലഭിക്കുന്നത് 1095 രൂപ എന്നതാണ്. ഇഡ്ഡലി ഉണ്ടാക്കാൻ എടുക്കുന്ന മാവിൽ 1 കിലോ അരിക്ക് 400 ഗ്രാം ഉഴുന്ന് എടുക്കുന്നുവെങ്കിൽ അരിയും ഉഴുന്നും തമ്മിലുള്ള അംശബന്ധം ഡാഷ് ആണ്. അരിയും ഉഴുന്നും തമ്മിലുള്ള അംശബന്ധം 1000:400 അഥവാ 5:2 ആയിരിക്കും. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം 25/5 അഥവാ 5 മിനിറ്റാണ്. 5നെ 3.5 വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 17.5 മിനിറ്റ് ആയിരിക്കും 3.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. രണ്ട് റേസ്റ്റു 2:2:2ൻ്റെ വില ഡാഷ് ആണ്. a/m (n) എന്നത് a/m*n ആണെന്ന് നമുക്കറിയാം. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം 2/8 എന്ന് വരും. ഉത്തരം വരുന്നത് 256 എന്നാണ്.
1, 6, 11 എന്ന സമാന്തര ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ഡാഷ് ആണ്. ഇവിടെ പൊതുവ്യത്യാസമായി വരുന്നത് 6 - 1 5 അതുകൊണ്ട് ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും 5ൻ്റെ ഗുണിതം ആയിരിക്കും. വശങ്ങളുടെ നീളങ്ങൾ 6 സെൻറ്റിമീറ്റർ ആയ സമഭുജ ത്രികോണങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഷഡ്ഭുജത്തിൻ്റെ ചുറ്റളവ് ഡാഷ് സെൻറ്റിമീറ്റർ ആണ്. ത്രികോണത്തിൻ്റെ വശങ്ങൾ 6 സെൻറ്റിമീറ്റർ ആയതിനാൽ ഷഡ്ഭുജത്തിൻ്റെ ഓരോ വശവും 6 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അതുകൊണ്ട് ചുറ്റളവായി വരുന്നത് 6 × 6 36 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഒന്ന് 1/2 1/2/2 1/2/3 എക്സെട്ര എന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം ഡാഷ് ആണ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം 1/2n-1 എന്നത് ആണ്. x = 2 y = 1 ആയാൽ x² - y² ഡിവൈഡഡ് ബൈ x + yയുടെ വില ഡാഷ് ആണ്. എക്സിനും വൈക്കും നേരിട്ട് വിലകൾ നൽകിയാൽ നമുക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്കറിയാം x² - y² എന്നത് x + y × x - y ആണ്. അതുകൊണ്ട് x² - y² ഓൾ ഡിവൈഡഡ് ബൈ x + y എന്നത് x - y ആണ്. ഉത്തരമായി ലഭിക്കുന്നത് 1 ആണ്. RAN എന്നത് QBM-ഉം SIM എന്നത് RJL-ഉം ആയാൽ XYZ = ഡാഷ് ആയിരിക്കും. RAN എന്നത് QBM ആകുമ്പോൾ ആറിന് മുമ്പുള്ള അക്ഷരമാണ് Q, എയ്ക്ക് ശേഷമുള്ള അക്ഷരമാണ് B, എന്നിന് മുമ്പുള്ള അക്ഷരമാണ് M. ഇതേപോലെ തന്നെയാണ് SIM എന്നത് RJL ആകുമ്പോൾ. അതുകൊണ്ട് XYZ എന്നത് WZY ആയിരിക്കും. തന്നിരിക്കുന്ന സംഖ്യകൾ വിശകലനം ചെയ്ത് ഒറ്റയാനെ കണ്ടെത്തുക. സംഖ്യകൾ 27, 33, 37, 39. ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ 37 ഒഴിച്ച് ബാക്കിയെല്ലാം 27, 33, 39 ഇവ 3ൻ്റെ ഗുണിതങ്ങളാണ്. അതിനാൽ ഉത്തരമായി വരുന്നത് 37 ആണ്. ഒരാൾ 20 മീറ്റർ വടക്ക് ഭാഗത്തേക്ക് നടക്കുന്നു. അവിടെ നിന്നും ഇടത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞ് 30 മീറ്റർ നടന്നു. വീണ്ടും ഇടത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞ് 35 മീറ്റർ നടന്നു. അവിടെ നിന്ന് വലത്ത് ഭാഗത്തേക്ക് 15 മീറ്ററും തുടർന്ന് വീണ്ടും വലത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞ് 15 മീറ്ററും നടന്നു. ഇപ്പോൾ തുടങ്ങിയ സ്ഥാനത്ത് നിന്നുമുള്ള അകലവും സ്ഥാനവും കണ്ടുപിടിക്കുക. അയാൾ സഞ്ചരിച്ചിരിക്കുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ്. അതിനാൽ തന്നെ അദ്ദേഹം സഞ്ചരിച്ച ദൂരം 45 മീറ്ററാണ്. പടിഞ്ഞാറ് ദിശയിലാണ് അദ്ദേഹം സഞ്ചരിച്ചിരിക്കുന്നത്. ഹരണ, ഗുണന, അധിക ന്യൂന ചിഹ്നങ്ങൾ മാറ്റിയുള്ള ഒരു ചോദ്യമാണ് അടുത്തത് തന്നിരിക്കുന്നത്. ചോദ്യം മാറ്റി എഴുതുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 64 - 36 ഡിവൈഡഡ് ബൈ 8 + 6 × 5 എന്നതാണ്. അതിനെ ശരിയായ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം 10 എന്നത് ആണ്.
ഒരു ക്ലോക്കിലെ സമയം 5:17 എങ്കിൽ ക്ലോക്കിനെതിരെയുള്ള ചുമരിൽ തൂക്കിയ കണ്ണാടിയിൽ കാണുന്ന സമയം ഡാഷ് ആയിരിക്കും. ക്ലോക്കിൻ്റെ പ്രതിബിംബത്തിലുള്ള സമയം കണ്ടുപിടിക്കുന്നതിനായി 11:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചാൽ മതി. നമുക്ക് ലഭിക്കുന്ന ഉത്തരം 6:43 എന്നത് ആണ്. 4:15 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്ര ഡിഗ്രി ആണ്? ഒരു മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രി വീതവും മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ 1/2 ഡിഗ്രി വീതവും തിരിയുന്നു. അതുകൊണ്ട് 4:15 ആകുമ്പോൾ ഇവ തമ്മിലുള്ള സൂചികൾ തമ്മിലുള്ള കോണളവ് എന്നത് 37.5 ഡിഗ്രി ആയിരിക്കും. 101 ഗുണം 99 മൈനസ് 105 ഗുണം 95 എത്ര? a+b ഇൻറ്റു a-b = a² - b² ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നിരിക്കുന്ന ചോദ്യം 100² - 1² മൈനസ് 100² - 5² എന്ന് കിട്ടും. നമുക്ക് ഫൈനൽ ആൻസറായി ലഭിക്കുന്നത് 24 എന്ന ഉത്തരം ആണ്. ജനുവരി 27 ഞായറാഴ്ചയാണെങ്കിൽ 2008 മാർച്ച് 3 ഏത് ദിവസം ആയിരിക്കും? 2008 ജനുവരി 27 ശേഷം ജനുവരി മാസത്തിൽ 4 ദിവസങ്ങളും ഫെബ്രുവരി മാസത്തിൽ 1 അതി ദിവസവും മാർച്ച് മാസത്തിൽ 3 ദിവസവുമാണുള്ളത്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 8 ദിവസങ്ങളാണ്. ഈ 8 ദിവസങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ അത് 7+1 എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് തിങ്കളാഴ്ച എന്ന ഉത്തരം ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി.